കോഴിക്കോട് ചികിത്സയിലുള്ള 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചതായി സൂചന. കോഴിക്കോട് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവാണ്. പൂനെ ലാബിൽ നിന്നുള്ള ഫലത്തിനായി കാത്തിരിക്കുകയാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, എന്തായാലും സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫലം കാത്തിരിക്കുകയാണ്. മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് മാധ്യമങ്ങളോട്? അനിൽ, പ്രധാനമായി ഇന്ന് രാത്രിയോടെ ആദ്യ സാമ്പിളിന്റെ ഫലം വരും എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി വൈകിയാലും ഫലം വരും, അത് കൃത്യമായി മാധ്യമങ്ങളെ അറിയിക്കും എന്നുള്ളതാണ്. കാരണം പക്ഷേ ഈ ആദ്യം ചെന്ന സാമ്പിൾ അത് കഴിഞ്ഞ ദിവസം അയച്ചതുകൊണ്ട് പിന്നീട് വീണ്ടും പുതിയ സാമ്പിൾ വേണമെന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായി ഇന്നും ഒരു സാമ്പിൾ അയച്ചിട്ടുണ്ട്. അത് നാളെ രാവിലെ അവിടെ എത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സാമ്പിളിന്റെ ഫലം ഉച്ചയോടെ വരികയും ചെയ്യും. ആദ്യം അയച്ച സാമ്പിളിന്റെ ഫലം ഇന്ന് രാത്രിയോടെ എത്തും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിനെ നേരിടാൻ, അതായത് പോസിറ്റീവ് ആകുകയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ജില്ല അതിനുവേണ്ടി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മഞ്ചേരി കേന്ദ്രീകരിച്ചാണ് ഇതിനു വേണ്ട സജ്ജീകരണങ്ങളെല്ലാം തന്നെ തുടങ്ങിയിട്ടുള്ളത്. മഞ്ചേരിയിൽ 30 വാർഡുകൾ അടങ്ങുന്ന പ്രത്യേക മുറി ഇതിനു വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. 6 ബെഡുകൾ അടങ്ങുന്ന ഒരു ICU ഇതിനു വേണ്ടി തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ വകുപ്പ് പൂർണ്ണ സജ്ജമാണ് എന്നുള്ളത് തന്നെയാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പാണ്ടിക്കാട് പഞ്ചായത്തിന്റെ ഈ ഒരു പശ്ചാത്തലം നിലവിൽ കണക്കിലെടുത്തുകൊണ്ട് പാണ്ടിക്കാട് പ്രദേശത്ത് നിയന്ത്രണങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാരണം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളുകളില്ല, മറ്റ് സ്ഥാപനങ്ങളൊന്നും തന്നെ പ്രവർത്തിക്കാത്തത് കൊണ്ട് നിലവിൽ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ആദ്യ സാമ്പിളിന്റെ ഫലം വന്നാൽ ഉടനെ, അതായത് ഇന്ന് വൈകിട്ട് രാത്രിയോടുകൂടി ഫലം വന്നാൽ ഉടനെ കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം. അതായത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ, സാമ്പിളിന്റെ അല്ലെങ്കിൽ ഫലം പോസിറ്റീവ് ആവുകയാണെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോൺ ഉൾപ്പെടെ അവിടെ ഉണ്ടാകും എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തവണ നിപ്പ വന്നപ്പോൾ ഒരക്കത്തിൽ നമുക്ക് അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. ആ രീതിയിലേക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ കൃത്യമായി നേരിട്ട് പിടിച്ചു നിർത്തും എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ടതുള്ള സാഹചര്യമില്ല, ജാഗ്രതയാണ് വേണ്ടത് എന്നുള്ളതാണ്. അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം, ഈ കുട്ടിയുമായി നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ നേരിട്ട് കൂടുതൽ സമയം ആ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന 3 പേര് നിലവിൽ ഐസൊലേഷനാണ്. കോഴിക്കോട് തന്നെയാണ്. കുട്ടിയുടെ അമ്മാവനും മറ്റു മാതാപിതാക്കളുമാണ് ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇവരെ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും അതിനായി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം, ഈ 15 വയസ്സുകാരന്റെ നില അതീവ ഗുരുതരമാണ്, വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ കുട്ടിയുടെ മറ്റ് വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ പോലും ഇതിനെ കൃത്യമായി പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പും പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് കൂട്ടിച്ചേർക്കേണ്ടത്, ഇതിനാവശ്യമായിട്ടുള്ള ആന്റിബോഡി കഴിഞ്ഞ ദിവസം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അവിടെ നിന്ന്, അതായത് കൃത്യമായി കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെയോടെ അതിൽ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡി ഇവിടെ എത്തുമെന്നും മന്ത്രി ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അനിൽ, സംസ്ഥാനത്ത് ചികിത്സയിലുള്ള 14-കാരന് നിപ്പ സ്ഥിരീകരിച്ചതായി സൂചന. കോഴിക്കോട് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവാണ്. പൂനെ ലാബിൽ നിന്നുള്ള ഫലത്തിനായി കാത്തിരിക്കുകയാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.